എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമാണ്. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, സാധ്യതകളെക്കുറിച്ച്, യോഗ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളോട് സംവദിക്കാൻ എത്തിയിരിക്കുന്നത് യോഗാചാര്യ വിജയരാഘവൻ മാസ്റ്ററാണ്. സർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ലോകത്തെമ്പായിടത്തും പുതിയ കാലഘട്ടത്തിൽ അക്രമാസക്തമായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ അലയൊഴികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്? കാട്ടുമനുഷ്യരിൽ നിന്നും പരിണമിച്ച് വന്ന് നമ്മൾ ഈ ആധുനിക യുഗത്തിലേക്ക് എത്തിയപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ താളം മാറിപ്പോയി. നാം വളരെ ധൃതി പിടിച്ച ജീവിതശൈലിയാണ്. അനുബന്ധമായിട്ട് നമുക്ക് നിരവധി സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനുബന്ധമായിട്ടുള്ള സൈക്കോസോമാറ്റിക് രോഗങ്ങളും വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനെ പരിഹരിക്കാൻ യോഗയാണ് ഏറ്റവും നല്ലത്. കാരണം യോഗ മനുഷ്യ മനസ്സിനെ ശാന്തമാക്കുന്ന പ്രക്രിയയാണ്. മനുഷ്യ മനസ്സിൽ സംഘർഷങ്ങൾ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പറയുന്നത്, ആധുനിക വൈദ്യശാസ്ത്രം തന്നെ പറയുന്നത്, ഇന്ന് നമ്മളുടെ ഇടയിൽ കണ്ടുവരുന്ന രോഗങ്ങളിൽ ഏതാണ്ട് 90-95% സൈക്കോസോമാറ്റിക് ആണ് എന്നാണ്. അതായത് മനോജന്യ രോഗങ്ങളാണ് എന്ന് വെച്ചാൽ അർത്ഥം, ഇന്ന് കണ്ടുവരുന്ന 95% രോഗങ്ങളുടെയും റൂട്ട് കോസ്, മൂലകാരണം മാനസിക സംഘർഷങ്ങൾ, അതുമൂലം ശരീരത്തിലുണ്ടാകുന്ന കെമിസ്ട്രിയുടെ മാറ്റം, അന്തസ്രാവ ഗ്രന്ഥികളിൽ നിന്നും ഉൽപ്പാദിക്കപ്പെടുന്ന രാസപദാർത്ഥങ്ങളുടെ മാറ്റം, അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെയും കോശങ്ങളെയും മറ്റ് അവയവങ്ങളെയും ബാധിച്ചിട്ട് ക്രമേണ അത് ഡീജനറേറ്റ് ചെയ്തു പോയിട്ട് രോഗങ്ങളായിട്ട് മാറുന്നു. ഇതാണ് സൈക്കോസോമാറ്റിക് രോഗങ്ങൾ. അതാണ് 95% എങ്കിൽ നമ്മൾ പരിഹാരം കാണേണ്ടത് ഈ ഒരു തെറ്റായ കെമിസ്ട്രി നമ്മളുടെ ശരീരത്തിൽ എങ്ങനെ സൃഷ്ടിക്കപ്പെടില്ല എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മളുടെ ശരീരത്തിൽ അനുബന്ധമായിട്ട് നമ്മളുടെ പേശികളിൽ വരിഞ്ഞു മുറുക്കം, അതായത് സ്പാസം, മാനസിക സംഘർഷം സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ സൃഷ്ടിക്കുന്ന സ്പാസത്തെ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ടൈറ്റായിരിക്കുന്ന പേശികളെ സ്ട്രെച്ച് ചെയ്യണം. മറ്റ് രീതികളുമുണ്ട്, മാസേജിങ്, എക്യൂപ്രഷർ തുടങ്ങിയിട്ടുള്ള നിരവധി രീതികളുണ്ടെങ്കിലും ഏറ്റവും പ്രകൃതിദത്തമായിട്ട് നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു റിലാക്സേഷൻ ടെക്നിക്കാണ് സ്ട്രെച്ചിങ് എന്നുള്ളത്. യോഗ മറ്റ് പലതിനോടുമൊപ്പം നമ്മുടെ ശരീരത്തിലെ പേശികളെ സ്ട്രെച്ചിങ്ങിന് വിധേയമാക്കുന്നു. അതും ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്, നിരവധി സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരുന്നത്, ജാതി മത വർഗ വ്യത്യാസങ്ങൾക്ക് അനുബന്ധമായി മനുഷ്യ മനസ്സ് വികലപ്പെട്ടുകൊണ്ട് അന്യോന്യം ബഹളം വയ്ക്കുന്ന അല്ലെങ്കിൽ ക്രൂരാത്മായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ യോഗ എന്ന് പറയുന്നത് ഇത്തരം വിശ്വാസങ്ങളുടെ ശാസ്ത്രീയതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ശാസ്ത്രീയത ഈ വിശ്വാസങ്ങൾ തെറ്റാണ് എന്നല്ല പറയുന്നത്, അതിനെ തെറ്റായ കാഴ്ചപ്പാടിലൂടെ കാണുമ്പോഴാണ് ഈ വിഭാഗീയതയുണ്ടാവുന്നതും അന്യോന്യം ബഹളം വയ്ക്കുന്നതും അടികൂടുന്നതും എല്ലാം. അപ്പോൾ അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എല്ലാ മതങ്ങളും, ലോകത്തിലുള്ള എല്ലാ മതങ്ങളും പറയുന്നത് മനുഷ്യ മനസ്സിനെ ശാന്തമാക്കാനാണ്. അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ ആധുനിക ലോകത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രം കൂടിയാണ് യോഗ. അതുകൊണ്ട് യോഗാ ദിനത്തിൽ മാത്രമല്ല, അല്ലാത്ത രീതിയിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഹോൾ വേൾഡ്, ലോകം മുഴുവനും ജനങ്ങൾക്ക് യോഗ ഒരു വലിയ അനുഗ്രഹം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ, പലപ്പോഴും നമ്മൾ വായിക്കുകയാണെങ്കിലും കേട്ടുകേൾവിയാണെങ്കിലും ഒക്കെ പ്രത്യേക തരത്തിലുള്ള ഏതെങ്കിലും മതത്തെ മാത്രമായിട്ട് അല്ലെങ്കിൽ മതത്തിൻ്റെ ചട്ടക്കൂടുകളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ടോ യോഗ എന്ന് പറയുന്നത്? ഇല്ല, ഒരിക്കലും ഇല്ല. യോഗയെക്കുറിച്ച് വിശദമാക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഹഠപ്രദീപിക, ഖേരണ്ഡ സംഹിത, പതഞ്ജലി യോഗസൂത്രം, യോഗ തത്വോപനിഷത്ത്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നിൽ പോലും ഇത് ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഒരു യോഗ നിങ്ങൾ ചെയ്യുമ്പോൾ, ഒരു പ്രാണായാമം നിങ്ങൾ ചെയ്യുമ്പോൾ, ധ്യാനം നിങ്ങൾ ചെയ്യുമ്പോൾ, ഒരു ഷഡ്ക്രിയ ചെയ്യുമ്പോൾ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെ ശരീരത്തെ എങ്ങനെ മാറ്റാം, ശരീരത്തെ മാറ്റുന്നതിലൂടെ മനുഷ്യ മനസ്സിനെ എങ്ങനെ ഉദാത്തമായ ഒരു തലത്തിലേക്ക് എത്തിക്കാം എന്നും വിശദീകരിക്കുന്ന
ഒരു അമൂല്യമായ ശാസ്ത്രമാണ് യോഗ എന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് പലപ്പോഴും പല തെറ്റിദ്ധാരണകൾ യോഗയെക്കുറിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് യോഗ എന്നുള്ളതൊന്ന് വിശദീകരിക്കാൻ പറ്റും? യോഗ എന്ന് പറഞ്ഞാൽ അതിനെ ഡിഫൈൻ ചെയ്തത് ചിത്തവൃത്തിയുടെ നിരോധം എന്നാണ് പതഞ്ജലി ഡിഫൈൻ ചെയ്തത്. ചിത്തം എന്ന് വെച്ചാൽ നമുക്ക് തൽക്കാലം മനസ്സ് എന്നെടുക്കാം. മനസ്സിൻ്റെ വൃത്തികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആക്ഷൻസ്, ആ ആക്ഷൻസിനെ ബ്ലോക്ക് ചെയ്യുക, അതായത് അതിൻ്റെ വൈബ്രേഷനെ റെഡ്യൂസ് ചെയ്യുക, കുറച്ച് കൊണ്ടുവരും. ഇതാണ് സത്യത്തിൽ യോഗ. നമ്മളുടെ മനസ്സൊക്കെ ഓരോ സെക്കൻഡിലും എത്രയോ തവണകൾ അത് ചാടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. വിതൗട്ട് അവർ അവെയർനെസ് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ചാടുമ്പോൾ അനുബന്ധമായിട്ട് നമ്മളുടെ മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ അത് പ്രത്യേക ഫയറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ശരീരത്തിൽ നിന്ന് എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ തവണ ഫയറിങ് നടക്കുമ്പോഴും അതിന് എനർജി ആവശ്യമാണ്. ഇപ്പോൾ എനർജി നഷ്ടപ്പെടുന്നു. ഒരു വ്യക്തി ആഹാരം കഴിച്ചിട്ട് വെറുതെ ഇരുന്നാലും കുറച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഭക്ഷണം വേണ്ടി വരുന്നത് അയാളിലെ ഒരു എനർജിക്ക് ലോസ് സംഭവിക്കുന്നത് കൊണ്ടാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നിരവധി രീതികൾ മെറ്റബോളിസത്തിലൂടെ നടക്കുന്നുണ്ട്, ചിന്തകളിലൂടെ നടക്കുന്നുണ്ട്, അങ്ങനെ പല വിധത്തിലും നടക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ടതാണ് ചിന്തകൾക്കനുബന്ധമായിട്ട് മസ്തിഷ്കത്തിലുണ്ടാകുന്ന ന്യൂറോണുകളുടെ ഫയറിങ്. കൂടാതെ അതിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സുകളും നമ്മെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഇല്ലാതാക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വസ്ഥം എന്ന് പറയുന്നൊരവസ്ഥയായിരിക്കുന്നു. സ്വസ്ഥം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നതാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പറയത്തക്ക സ്ട്രെസ്സൊന്നും ഇല്ലെങ്കിൽ നമ്മളുടെ മസ്തിഷ്കത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തരംഗങ്ങൾ EEG ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ബീറ്റ എന്ന് പറയുന്നൊരു വേവാണെന്ന് പറയാം. അത് നമുക്ക് EEG ഇലക്ട്രോ എൻസെഫലോഗ്രാഫി എന്ന് പറയുന്ന ഉപകരണം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനാവുന്നതാണ്. അപ്പോൾ ഞാനും അങ്ങും എല്ലാവരും തന്നെ മനുഷ്യ സഹജമായിട്ട് ഇരിക്കുമ്പോൾ, ശാന്തത എന്ന് പറയുന്ന അവസ്ഥയല്ല, അല്ലാതെ സാധാരണഗതിയിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ മസ്തിഷ്കത്തിൽ നിന്ന് ബീറ്റ തരംഗങ്ങൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു സെക്കൻഡിൽ 12നും 25നും ഇടയ്ക്കാണ്. എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്, ധ്യാനമൊന്നും വേണ്ട, വേറെ ഏതെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ അത് 12ൽ നിന്നും താഴോട്ട് പോകും. താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസ്ഥ ഭയങ്കര ശാന്തതയുടെ ഒരു തലമാണ്. ഇത് എപ്പോഴാണോ 8നും 12നും ഇടയ്ക്ക് എത്തുന്നത്, അപ്പോൾ നമ്മൾ ബോധമനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് എത്തും. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ റെസ്റ്റ് കിട്ടുന്നത്. ടോട്ടൽ റെസ്റ്റിൻ്റെ ഒരു പ്രാഥമികമായ തലം എന്ന് അതിനെ വിളിക്കാം. വീണ്ടും താഴോട്ട് തലങ്ങളുണ്ട്, അങ്ങോട്ടും നമുക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു സ്വസ്ഥമായ തലത്തിലേക്ക് മനുഷ്യ മനസ്സിനെ എത്തിക്കാനുള്ള ശാസ്ത്രീയമായ പ്രാക്ടീസുകൾ അടങ്ങുന്നതാണ് യോഗ എന്നുള്ളത്. അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും അത് ചെയ്യേണ്ട രീതികളെക്കുറിച്ചും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകളെക്കുറിച്ചുമെല്ലാം വിശദമാക്കുന്ന ശാസ്ത്ര തത്വമാണ് യോഗ എന്നുള്ളത്. അപ്പോൾ യോഗ ഇപ്പോൾ ചെയ്യാൻ ഒരു കൃത്യമായ സമയം, അല്ലെങ്കിൽ ഭക്ഷണ രീതി, വസ്ത്രം, അതിന് വേണ്ട സൗകര്യങ്ങൾ, അങ്ങനെയൊക്കെ പ്രത്യേകമായിട്ടുള്ള രീതികളുണ്ടോ യോഗയ്ക്ക്? യോഗ ആസനങ്ങളായിരിക്കും ഉദ്ദേശിച്ചത് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. യോഗാസനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരത്തെ പല വിധത്തിലും വളയ്ക്കുകയും തിരിക്കുകയും ട്വിസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വയറിൽ ഭക്ഷണം വെച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കൂടാതെ ഇറ്റ് മേ ക്രിയേറ്റ് സം ഡാമേജ്. തെറ്റായിട്ടുള്ളൊരു പ്രഷർ ഇൻറ്റേർണൽ ഓർഗനിൽ ഉണ്ടാക്കുമ്പോൾ, വയറിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കുമ്പോൾ അതൊരു നല്ല കാര്യമല്ലല്ലോ. അതുകൊണ്ട് യോഗ ആസനങ്ങളോ അല്ലെങ്കിൽ അതുപോലെ വയറിൻ്റെ ഡയഫ്രത്തെ എല്ലാം കൂടുതൽ എക്സ്പാൻഡും കോൺട്രാക്ഷനും വിധേയമാക്കുന്ന പ്രാണായാമ രീതികളോ ചെയ്യുമ്പോൾ വയറ് എത്രത്തോളം എംപ്റ്റി ആയിരിക്കുന്നോ, കാലിയായിരിക്കുന്നോ അത്രത്തോളം നല്ലതാണ്. എപ്പോൾ വേണമെങ്കിലും യോഗ ചെയ്യാം, പക്ഷെ വയറ് കാലിയായിരിക്കുന്നതാണ് നല്ലത്. അത് ഇതുകൊണ്ടാണ്. പ്രത്യേകമായ സമയമില്ല, രാവിലെ ചെയ്താൽ കൂടുതൽ ഗുണകരം എന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ സമയം കിട്ടാത്തവർക്ക് അല്ലാത്ത സമയത്തും ചെയ്യാം, സബ്ജക്റ്റ് ടു ദ കണ്ടീഷൻ ദാറ്റ് ഹിസ് സ്റ്റൊമക്ക് മസ്റ്റ് ബി എംപ്റ്റി. പ്രത്യേകമായ ഭക്ഷണ രീതികളുണ്ടോ ഈ യോഗ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിക്കേണ്ടതോ കഴിക്കാൻ പാടില്ലാത്തതോ ആയിട്ടുള്ള? അല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്നെ മനുഷ്യന് ഗുണകരമായ ഭക്ഷണങ്ങളുമുണ്ട്, തെറ്റായ ഭക്ഷണങ്ങളുമുണ്ട്. അപ്പോൾ മനുഷ്യന് ഏറ്റവും ഗുണകരമായ ടോക്സിക് എഫക്റ്റ് കൂടുതൽ ഉണ്ടാക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ആ ഭക്ഷണങ്ങൾ ഏതും കഴിക്കാം. ഉദാഹരണത്തിന് ലഹരി ഉപയോഗിച്ചിട്ട് യോഗ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് നല്ലതല്ല, കാരണം ഇറ്റ് മേ ക്രിയേറ്റ് ഡാമേജ്. എങ്കിലും ഇതിൻ്റെ തന്നെ യോഗയ്ക്ക് വ്യത്യസ്ത തലങ്ങളുണ്ട്. പതഞ്ജലി മഹർഷി പതഞ്ജലി യോഗസൂത്രത്തിൽ മനസ്സിനെ നേരിട്ട് പിടിക്കുന്നതാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് നേരത്തെ തന്നെ ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ ഉള്ള ആൾക്കാണത്. ഹി മസ്റ്റ് ബി ക്വാളിഫൈഡ് ടു പ്രാക്ടീസ് പതഞ്ജലി യോഗ. പക്ഷേ പിന്നീട് മനുഷ്യർക്ക് അത്രത്തോളം സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വേറെ മഹർഷിമാർ മറ്റ് ടെക്നിക്കുകളും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്വാത്മാരാമൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഹർഷി ആണ് ഹഠയോഗ പ്രദീപിക എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത്. അതിൻ്റെ അകത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ, യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ, പിന്നെ പ്രാണായാമങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ, ഷഡ്ക്രിയകൾ പ്രാക്ടീസ് ചെയ്തോളൂ. ദെൻ യു വിൽ റീച്ച് എ സ്റ്റേജ് വെർ യു വിൽ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ യുവർ ഫുഡ്. അവിടെ നിങ്ങളോട് ആദ്യം തന്നെ ഇതൊക്കെ ചെയ്തിട്ട് വന്നോളൂ എന്ന് പറയുന്നില്ല. നിങ്ങളിതൊക്കെ ചെയ്താൽ നിങ്ങൾ അങ്ങോട്ട് എത്തും. അപ്പോൾ വ്യത്യസ്ത സമീപന രീതികളുണ്ട് യോഗയിൽ. അപ്പോൾ ഇത് ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? ഇപ്പോൾ ഗർഭിണികൾ, ഏറ്റവും കൂടുതൽ ഗർഭിണികൾക്കൊക്കെ ഉപകാരമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ്? എല്ലാ വിധത്തിലുള്ള രോഗികളാണ് ഉദ്ദേശിച്ചതെങ്കിൽ എല്ലാ വിധത്തിലുള്ള രോഗികൾക്കും ഇത് ചെയ്യാം. പക്ഷേ അതിനനുസരിച്ചുള്ള സിലബസ് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ബെഡ്രിഡനായിട്ട് കിടക്കുന്ന ഒരു രോഗിക്ക് യോഗാസനങ്ങൾ ചെയ്യാൻ പറഞ്ഞ ഒരു പക്ഷേ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന യോഗകൾ നമ്മൾ അയാൾക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഗർഭിണികളെ ഞാൻ രോഗികൾ എന്നുള്ളതിലല്ല ഉദ്ദേശിക്കുന്നത്. ആ അവസ്ഥയിൽ വയറ് കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത്, ഇൻറ്റേർണലായിട്ടുള്ള പ്രഷർ കൂടുതൽ കൊടുക്കാൻ പാടില്ലാത്ത സമയത്ത് അവിടെ പ്രഷർ വരുന്ന യോഗാസനങ്ങളും മറ്റ് പ്രാക്ടീസുകളും ഒഴിവാക്കണം. പിന്നെ കുട്ടിയുടെ സുഗമമായ പ്രസവത്തിന് സഹായിക്കുന്ന വിധത്തിലുള്ള യോഗാസനങ്ങൾ കൊടുക്കണം. പിന്നെ തീർച്ചയായിട്ടും ഗർഭിണികൾക്ക് സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് റെഡ്യൂസ് ചെയ്യാനുള്ള യോഗകൾക്ക് ഊന്നൽ കൊടുക്കണം. പുതിയ കാലത്ത് നമ്മൾ അങ്ങനെ കേൾക്കാറുണ്ട്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വാക്കുകളൊക്കെ, അതൊക്കെ തീർച്ചയായിട്ടും സംഭവിക്കാറുണ്ട് പൊതുവെ. അപ്പോൾ അതിന് അനുസരിക്കുന്ന രീതിയിലുള്ള യോഗകൾ നമ്മൾ അവർക്ക് അഡ്വൈസ് കൊടുക്കണം. ആ പാർട്ടിനെയാണ് നമ്മൾ യോഗ തെറാപ്പി എന്ന് പറയുന്നത്. മറ്റേത് ജനറൽ യോഗയാണ്, ആർക്കും ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ നടുവേദന, ഡിസ്ക് പ്രൊലാപ്സോ ഒക്കെ ഉള്ളവർക്ക് എല്ലാ യോഗകളും ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർക്ക് പറ്റുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരാളെയാണ് യോഗ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, സ്ട്രോക്ക് വന്നവർ, അവർക്കൊന്നും കൂടുതൽ തലയുടെ ഭാഗത്തേക്ക്, മസ്തിഷ്ക ഭാഗത്തേക്ക് കൂടുതൽ ഫോഴ്സിൽ ബ്ലഡ് സപ്ലൈ പോകുന്ന വിധത്തിലുള്ള യോഗകൾ കൊടുത്താൽ ഇറ്റ് മേ ബി ഡേഞ്ചറസ്. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ പറ്റൂ. അപ്പോൾ പുതിയ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാലത്ത്, ഇൻഫ്ലുവൻസിൻ്റെ കാലത്ത് ജീവിക്കുന്നത്. അപ്പോൾ പല ആളുകളും ഇങ്ങനെ തെറ്റായ രീതിയിലാണോ എന്നറിയില്ല, എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ രീതികളൊക്കെ കാണാറുണ്ട് നമ്മൾ. അപ്പോൾ അതൊക്കെ ഇത്രത്തോളം അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള രോഗാവസ്ഥയിലേക്ക് എത്തിക്കുകയല്ലേ ചെയ്യും ഒരു രോഗിനെ കൂടുതൽ? അല്ല, അത് എങ്ങനെയുള്ള യോഗകളാണ് അദ്ദേഹം കൊടുക്കുന്നത് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് യോഗ കൊടുക്കുന്നെങ്കിൽ അപകടമില്ല. അല്ല, എളുപ്പത്തിലൊക്കെ നമുക്ക് സാധിക്കും, എളുപ്പത്തിൽ ചെയ്യാം, യോഗ എളുപ്പത്തിലൊക്കെ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ വിധത്തിൽ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കരുത്. പലതരത്തിലുള്ള ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചുറ്റുവട്ടത്ത് തന്നെ ചെറിയ കുട്ടികളാണ് ഇപ്പോൾ കൊലപാതകം ചെയ്യുന്നു, ആത്മഹത്യാ പ്രവണതകൾ. അപ്പോൾ ഞാനൊരു ടീച്ചറാണ്, ഒരു അമ്മയുമാണ്. അപ്പോൾ ഈ കുട്ടികളിൽ നമുക്ക് വളരെ ചെറുപ്പത്തിലെ ഇത്തരത്തിലുള്ള ശീലങ്ങൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അത് കരിക്കുലത്തിൻ്റെ അല്ലെങ്കിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കില്ലേ? അപ്പം അത്തരം സാധ്യതകൾ നമുക്ക്. വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും യോഗ സ്കൂൾ ലെവലിൽ തന്നെ ഒരു കരിക്കുലമാക്കി എടുക്കേണ്ടതാണ്. കാരണം ഇന്ന് നമുക്കറിയാം കുട്ടികൾക്ക് നിരവധി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് ഉണ്ടാകുന്നുണ്ട്. അവരുടെ എഡ്യൂക്കേഷൻ്റെ രീതി കൊണ്ട്, അവരുടെ പഠന രീതികൾ, പിന്നെ അവർ ഈ അമിതമായിട്ട് ഇങ്ങനെ ഇതിലൊക്കെ മീഡിയയിലൊക്കെ പോകുന്നത് കൊണ്ടും മറ്റു പലതിലൂടെയും അവർ കൂടുതൽ സ്ട്രെസ്ഫുള്ളാണ്. അതാണ് അവരെ ഡ്രഗിലേക്കും അതുപോലെ തന്നെ ഇതുപോലെ ആക്രമസക്തരാക്കുന്നതും എല്ലാം. അതാണ് അവരുടെ ഉള്ളിൽ സപ്രഷൻ ഉണ്ടാവും. ഈ സപ്രഷനെ റിലീസ് ചെയ്യുന്ന ഒരു പ്രാകൃത രീതിയാണ് വയലൻ്റ് ആവുക, ഡ്രഗ് അഡിക്റ്റ് ആവുക തുടങ്ങിയതെല്ലാം. അപ്പോൾ അതിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ട് ഒരു നല്ല തലത്തിലേക്ക്, അതിനെയാണ് സബ്ലിമേഷൻ എന്ന് നമ്മൾ പറയും. നമ്മളൊരു നല്ല രീതിയിൽ സബ്ലിമേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനെ ബ്ലോക്ക് ചെയ്താൽ അത് കൂടുതൽ അപകടകാരിയാവുകയേ ഉള്ളൂ. അപ്പോൾ നമ്മളതിനെ ഒന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് നല്ലതിലേക്ക് കൊടുക്കാൻ സഹായിക്കുന്ന
ഒരു ശാസ്ത്രമാണ് യോഗ. കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ചെറിയ റിലാക്സേഷൻ ടെക്നിക്കൊക്കെ കൊടുക്കാവുന്നതാ. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് പേരൻസും ടീച്ചേഴ്സും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഒരുപക്ഷെ അത്രത്തോളം അവെയർ അല്ലാത്തതുകൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും വേണ്ട വിധത്തിൽ എല്ലാ സ്കൂളുകളിലും ഇത് പ്രായോഗികമായി വന്നിട്ടില്ല. ദിവസവും വളരെ ചുരുങ്ങിയ രീതിയിൽ ഒരു 3 മിനിറ്റെങ്കിലും ഒരു പീരീഡ് തുടങ്ങുമ്പോൾ റിലാക്സേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്താൽ ഇന്ന് കാണുന്ന സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന പല പ്രശ്നങ്ങളും യുവാക്കളുടെ ഇടയിൽ ഉണ്ടാവുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ശ്രദ്ധക്കുറവും പുതിയ കുട്ടികളിൽ, വളർന്നു വരുന്ന കുട്ടികളിൽ വലിയൊരു കാരണമായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ റീൽസൊക്കെ 5 സെക്കൻഡ് റീൽസൊക്കെ കണ്ട് ശീലിച്ച കുട്ടികൾക്ക് ശ്രദ്ധ ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒന്നും ക്ലാസ്സിൽ പണ്ടത്തെ പോലെ 20 മിനിറ്റ് പോലും കുട്ടികൾ ഇരിക്കാത്തൊരവസ്ഥ നമ്മൾ കാണുന്നു. അപ്പോൾ യോഗയിലൂടെ ഈ ശ്രദ്ധ, ഏകാഗ്രത അതിനൊക്കെ എത്രത്തോളം പ്രാധാന്യം? അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യോഗ എന്ന് പറയുമ്പോൾ തന്നെ അതാണ് ചിത്തത്തിൻ്റെ വൃത്തികളെ ആവർത്തിച്ച് വളരെ സ്പീഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വൃത്തികളെ, ആക്ഷൻസിനെ, ചലനങ്ങളെ നമ്മൾ മെല്ലെ മെല്ലെ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്ന ടെക്നിക്ക് തന്നെയാണ് യോഗ. അപ്പോൾ നമുക്ക് ഒരു വെയിറ്റ് ലിഫ്റ്റർക്ക് വെയിറ്റ് എടുക്കണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് എടുക്കാൻ പറ്റില്ല. ഹി നീഡ്സ് പ്രാക്ടീസ്. അതേമാതിരി തന്നെ നമ്മളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് കാം ഡൗൺ ചെയ്യുന്നതിനും എവറിബഡി ഹാവ് ടു ബി പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾക്ക് പെട്ടെന്ന് പോയിട്ട് കൺട്രോളിങ് അത്രത്തോളം പ്രായോഗികമല്ല. അപ്പം അതുകൊണ്ട് ഈ പ്രാക്ടീസ് നമ്മൾ റിലാക്സേഷൻ ടെക്നിക്കിലൂടെ മെല്ലെ കൊണ്ടുപോവുക, എന്നിട്ട് ധ്യാനത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നല്ല. ഇതിന് ജാതി, മത, വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല, ലിംഗഭേദം ഒന്നുമില്ല. വളരെ ഏത് മനുഷ്യർക്കും ചെയ്യാവുന്ന ഒരു പ്രാക്ടീസ്. സ്ത്രീകൾക്ക് പ്രത്യേക ഇപ്പോൾ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ അത് യോഗ ചെയ്യാൻ സാധിക്കുമോ? സ്ത്രീകൾക്ക്, ചില സ്ത്രീകൾക്ക് എന്തെങ്കിലും വളരെ ചെറിയ ബോഡി ചലനം ഉണ്ടാകുമ്പോൾ തന്നെ പെയിൻഫുൾ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ഒരു തൽക്കാലം റെസ്റ്റ് എടുക്കുക. അല്ലാത്തവർക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിൾ യോഗകളുണ്ട്, പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ പ്രാക്ടീസുകളുണ്ട്, റിലാക്സേഷൻ ടെക്നിക്കുകളുണ്ട്. പ്രത്യേകിച്ചിട്ട് വയറിൻ്റെ ഭാഗത്തൊക്കെ ആ സമയത്ത് അവർക്ക് ഭയങ്കര സ്പാസം ഉണ്ടാകും. ഈ സ്പാസം അവർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള എഫക്റ്റൊക്കെ ഉണ്ടാക്കും, എക്സ്പീരിയൻസ്ഡ് ആകും. അപ്പോൾ അതൊക്കെ റിലീസ് ചെയ്യാൻ അവർക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നത് ഒരു ടെക്നിക്കാണ് യോഗ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് മനസ്സിനെയാണ്. ഇപ്പോൾ ഒരു ഡയറ്റ് ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നല്ല ഭക്ഷണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദേഷ്യം. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം യോഗ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതഞ്ജലി പറഞ്ഞ യോഗകളിൽ മനസ്സിനെ നേരിട്ട് കൺട്രോൾ ചെയ്യുക. എന്നാൽ അതിന് പറ്റാത്തവർക്ക് സിംപ്ലിഫൈഡ് മെത്തേഡ് എന്ന് പറയാവുന്നതാണ് യോഗാസനങ്ങളും പ്രാണായാമവും എല്ലാം. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് പുക വലിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്ന അയാൾ പറയും. പക്ഷേ അയാൾക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അയാൾ ഇതൊന്നും ഉപയോഗിക്കാത്ത കാലം. അവിടുന്ന് ഇങ്ങോട്ട് അയാൾ മെല്ലെ മെല്ലെ ഗ്രാജുവലി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ വീണ്ടും അയാൾ അതിലേക്ക് തന്നെ കൊണ്ടുപോകാവുന്നതാണ് നമുക്ക്. അയാൾ ഇങ്ങനെ ആയത് എന്തുകൊണ്ട്? അയാളുടെ ശരീരത്തിലേക്ക് ആ ഡ്രഗ് മെല്ലെ മെല്ലെ കൊടുത്ത് അയാളുടെ രക്തത്തിൽ ഇതിൻ്റെ അംശം കൂടുമ്പോൾ ഹി വിൽ ഹാവ് എ ക്രേവിങ് ടു ദാറ്റ് ഡ്രഗ്. അപ്പോൾ പുകവലിച്ച ആൾക്ക് പുകവലി ഉണ്ടായാലേ പറ്റുള്ളൂ എന്ന് പറയുന്നു. ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾ ആൽക്കഹോൾ കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറയുന്നു. MDMA ഉപയോഗിക്കുന്നവർ അത് കിട്ടിയാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. കാരണം ഒന്നേ ഉള്ളൂ, അയാളുടെ രക്തത്തിൽ ഇതിൻ്റെ അംശമുണ്ട്. സോ ഹിസ് ബോഡി has the craving towards that drug, that particular drug. MDMA കഴിക്കുന്ന ആൾക്ക് സിഗരറ്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അയാൾക്ക് ആൽക്കഹോൾ കൊടുത്തിട്ടും കാര്യമില്ല, അയാൾക്ക് അത് തന്നെ കിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അയാളുടെ ബ്ലഡിൽ നിന്ന് ഈ സാധനത്തെ പുറത്തേക്ക് കളയുക എന്നുള്ളത്, ടോക്സിക് ആയിട്ടുള്ള സാധനത്തെ. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയാനുള്ള മെഷീനറീസിനെ നമ്മൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കണം. അത് ലിവർ, കിഡ്നി തുടങ്ങി ശ്വാസകോശം തുടങ്ങിയവയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ പുറത്ത് കളയുന്നതിൽ ഏതാണ്ട് 60-65% പുറത്ത് കളയുന്നതിന് കപ്പാസിറ്റി ഉള്ളത് നമ്മുടെ ശ്വാസകോശമാണ്. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ ശ്വാസകോശത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. സാധാരണ ഒരാൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മളുടെ അപ്പർ ലോബും മിഡിൽ ലോബും ഫങ്ഷൻ ചെയ്യുന്നു, ലോവർ ലോബ് അവിടെ തന്നെ ഐഡിലായിട്ട് കിടക്കുന്നു. എന്നാൽ നമ്മൾ യോഗശാസ്ത്രത്തിൽ പറയുന്ന പ്രാണായാമം തുടങ്ങിയിട്ടുള്ള മറ്റ് ടെക്നിക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിതിനെ ഹോളിസ്റ്റിക്കായിട്ട് എഫക്റ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ശ്വാസകോശത്തെ നമ്മൾ പൂർണ്ണമായിട്ടും വികസനത്തിനും ചുരുക്കത്തിനും വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരീരത്തിൽ നിന്നുള്ള ടോക്സിൻസ് വളരെ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടും.
എത്ര ഇയാളുടെ ശരീരത്തിൽ നിന്ന് ഒരു ടോക്സിൻ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നോ അത്രത്തോളം അയാൾക്ക് അതിനുള്ള ക്രേവിങ് കുറഞ്ഞു വരും. അലോങ് വിത്ത് ദറ്റ് നമ്മൾ മറ്റ് മെഡിറ്റേഷനും അതുപോലെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന പ്രാക്ടീസുകളും കൊടുക്കുന്നു. അപ്പോൾ 2 വിധത്തിലാണ് ഈ എഫക്റ്റ് അവിടെ വരുന്നത്. അപ്പോൾ ഡ്രഗ് അഡിക്ഷനിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ് യോഗ. അതേപോലെ നമ്മൾ ഈ മെഡിസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആയുർവേദമാണ് ഏറ്റവും കൂടുതൽ യോഗയൊക്കെ സപ്പോർട്ട് ചെയ്ത് കാണുന്നത്. അപ്പോൾ അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും എത്രത്തോളം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? അല്ല, എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും യോഗയെ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രം ഇതിനെ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരിയായിട്ടുള്ള ഒരു നിഗമനം. പക്ഷേ പണ്ട് കാലത്ത് ഭാരതത്തിലായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നത് എന്നുള്ളതുകൊണ്ട് ഭാരതത്തിലുണ്ടായിരുന്ന ഒരു ചികിത്സാ സിദ്ധാന്തം ആയുർവേദം യോഗയുമായിട്ട് വളരെ ഇഴുകിച്ചേർന്ന് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം യോഗയെ അംഗീകരിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പിയിലെല്ലാം യോഗ ഇന്ന് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ പുറത്തുള്ള ആളുകൾക്ക്, വിദേശികൾക്കിടയിലാണ് കുറേ കൂടെ യോഗയ്ക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ കഥകളിയൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണെങ്കിലും പുറമേയുള്ള ആളുകളിൽ നിന്നാണ് നമ്മളത് പഠിക്കേണ്ടതെന്ന് പുതിയ കാലത്ത് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അതേപോലെ യോഗയും പ്രാക്ടീസ് ചെയ്യുന്നതും പഠിക്കുന്നതൊക്കെ പുറത്തുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ പുറം രാജ്യങ്ങളിൽ അതിന് എത്രത്തോളം സാധ്യതയുണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ? പുറത്തുള്ള ആളുകൾ അതിനെ കൂടുതൽ സ്വീകരിക്കാൻ കാരണം എന്താ വെച്ചാൽ റിസർച്ചുകൾ ഏറ്റവും സയൻറ്റിഫിക് ആയിട്ട് നടക്കുന്നത് പാശ്ചാത്യ ലോകത്താണ്. അപ്പോൾ അവരതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു, അവരതിനെക്കുറിച്ചുള്ള അറിവുകൾ നേടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് യോഗയിൽ എന്തെല്ലാം റിസർച്ചുകൾ നടന്നിരിക്കുന്നു. ഷഡ്ക്രിയകൾ ചെയ്താൽ എന്ത് വ്യത്യാസം വരുന്നു, അതിൽ ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് ഭ്രാമരി നേതി ചെയ്താൽ എന്ത് എഫക്റ്റ് ഉണ്ട്, ദൗതി ചെയ്താൽ എന്ത് എഫക്റ്റ് ഉണ്ട്, അതെങ്ങനെയാണ് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് തുടങ്ങിയിട്ടുള്ളതിനെക്കുറിച്ച് ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് ഒരു നാഡീശോധന പ്രാണായാമം ചെയ്താൽ എങ്ങനെയാണ് നമ്മളുടെ കെമിസ്ട്രി മാറുന്നത്, ഓക്സിജൻ കുറയാണോ കൂടുകയാണോ ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേഷൻ നടക്കുന്നുണ്ടോ അതോ അല്ലാതെ ഇരിക്കുന്നുണ്ടോ, അത് എങ്ങനെയാണ് നമ്മളുടെ ഗ്യാസ്ട്രിക് ജ്യൂസസിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ തലങ്ങളെക്കുറിച്ചും പഠനങ്ങൾ നടത്തിയിട്ട് അത് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ജേർണലുകളിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടിയത് പൊതുവെ പാശ്ചാത്യ ലോകം ആയതുകൊണ്ടാണ് അവരതിനെ കൂടുതലായിട്ട് ശാസ്ത്രീയമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അത്രത്തോളം അതിനെക്കുറിച്ച് അവെയർ അല്ലാത്തത് കൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. ഇനിയും നമ്മളുടെ ഭാരതത്തിൽ അത് കുറച്ചുകൂടി അക്സെപ്റ്റബിലിറ്റി കിട്ടേണ്ടതായിട്ടുണ്ട് എന്നാണ് അങ്ങ് പറഞ്ഞതുപോലെ എനിക്കും തോന്നുന്നത്. നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? നമ്മളിന്ന് പലപ്പോഴും പേരൻസ് കംപ്ലൈൻറ്റ് ചെയ്യാറുള്ളത് നമ്മളുടെ പുതിയ തലമുറയിലുള്ള കുട്ടികൾ കഴിഞ്ഞ തലമുറ പോലെ രക്ഷിതാക്കളുമായിട്ട് അത്രത്തോളം റാപ്പോർട്ട് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, അവർ വയലൻ്റ് ആവുന്നു, ഡ്രഗ് അഡിക്റ്റ് ആവുന്നു എന്നുള്ളതെല്ലാമാണ്. അതിനൊക്കെ പരിഹാരം നമ്മളുടെ ഈ ഭാരതത്തിലുള്ള ഈ സിമ്പിൾ ടെക്നിക്കിനുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകളുടെ വളരെ ലളിതമായിട്ടുള്ള രീതികൾ പറഞ്ഞു കൊടുക്കുക, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. കുട്ടികളോട് ചെയ്യാൻ പറയുന്നതിന് പകരം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രക്ഷിതാക്കളും കുട്ടികളും കൂടി ചെയ്യുക. രക്ഷിതാക്കൾ ഒരു പ്രതീകാത്മകമായിട്ട് അവർ കുട്ടികൾക്ക് ചെയ്ത് കാണിക്കണം. അപ്പോൾ മാത്രമേ കുട്ടികൾ അതിനെ അനുവർത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് ഇന്ന് പറയേണ്ടത് നമ്മളുടെ കേരളത്തിൽ പുതിയ തലമുറ ബുദ്ധിപരമായിട്ട് വളരെ ഉയർന്ന നിലവാരത്തിലുള്ളവരാണ്. പക്ഷേ അവർ ശാന്തരല്ല, അവർ മറ്റെന്തിനോ വേണ്ടിയിട്ടൊക്കെ സ്ട്രെസ്ഫുള്ളായിട്ട് നടക്കുകയാണ്. അതാണ് ഡ്രഗ്സ് ഇത്രയധികം കൂടുതലായിട്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ രാഷ്ട്രീയക്കാരും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളവരെല്ലാവരും കൂടി ഇതിനെ ഒന്നുകൂടി കുട്ടികളിലേക്ക് വളരെ ചെറിയ ക്ലാസ് മുതൽ ഒരു 5ാം ക്ലാസ് മുതലെങ്കിലും യോഗയുടെ സിമ്പിളായിട്ടുള്ള ഒന്നും വേണ്ട ബ്രീതിങ് ടെക്നിക്കെങ്കിലും ദീർഘമായിട്ട് നിവർന്നിരുന്നിട്ട് ദീർഘമായിട്ട് ശ്വാസം എടുക്കുക വിടുക എന്ന് പറഞ്ഞാലും മതിയായിരുന്നു. അത്രയെങ്കിലും ചെയ്താൽ നമുക്ക് നല്ല ഒരു പുതിയ തലമുറയെ തീർച്ചയായിട്ടും വാർത്തെടുക്കാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് യോഗ പോലുള്ള ഇത്തരത്തിലുള്ള മഹത്തായ ശാസ്ത്രങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസം.